ഗൈസ് എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ് ആക്ച്വലി നമ്മുടെ യൂട്യൂബ് ചാനൽ 2019 സ്റ്റാർട്ട് ചെയ്തിട്ട് പല പല പരിപാടികളും നമ്മൾ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാറ്റഗറി മാത്രം നമ്മൾ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. എന്നാൽ ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പെടൽ ഉളുക്കിയിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും പറഞ്ഞു തരാം. 2019 നിങ്ങൾ എൻ്റെ വീഡിയോ എടുത്ത് നോക്കി നോക്ക്. വീഡിയോസിൻ്റെ സെക്ഷനിൽ ഏറ്റവും ലാസ്റ്റ് ഓൾഡസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് നോക്കി നോക്ക്. അവിടെ നിന്നും ഇവിടം വരെ ഉള്ള യാത്ര ഭയങ്കര ഒരു റോളർ കോസ്റ്റർ ഒരു യാത്രയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പല സമയത്തും നിർത്തി പോകണം എന്ന് തോന്നിയിട്ടുണ്ട്, പല സമയത്തും കുറച്ചും കൂടിയും നല്ല റവന്യൂ വന്നിട്ടുള്ള സമയങ്ങളുണ്ട്. അതുപോലെ തന്നെ പല മോശം അനുഭവങ്ങളും പല നല്ല അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു റോളർ കോസ്റ്റർ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഓൾ കേരള ട്രിപ്പാണ്. നമ്മുടെ ക്രാഡിയാക്കിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട്. ക്രാഡിയാക്കായിരുന്നു അത് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബൈക്ക്, ആക്സസറീസ്, ഫുൾ സംഭവങ്ങൾ, മോണിറ്ററി ബെനിഫിറ്റും ഉണ്ടായിരുന്നു. നമ്മുടെ എക്സ്പെൻസ് കുറച്ചൊക്കെ അവരും വഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കഴുത്ത് ഉളുക്കിയിട്ടുള്ള കാരണം എനിക്ക് ഒന്ന് ഇങ്ങോട്ടോ തിരിയാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഭാഗത്ത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഇന്നലെ ഷോൾഡർ പ്രസ് ആയിരുന്നു, അതിന് പറ്റിയതായിരിക്കും തോന്നണം എനിക്ക് കഴുത്ത് ഉളുക്കിയത് ഈ ഭാഗത്ത്. അപ്പോൾ ഫസ്റ്റ് ഓൾ കേരള റൈഡായിരുന്നു. എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്ഥലമാണ് തിരുവനന്തപുരം വർക്കല എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ വർക്കലയിൽ നിന്നും കാസർഗോഡ് വരെ നടന്ന ഒരു യാത്രയായിരുന്നു. അതും നമ്മുടെ ഫുഡ് അടിച്ചിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. 4 മസാല ദോശയൊക്കെ കഴിച്ച ഒരു ഇതുണ്ടായിരുന്നു. പൈ ദോശ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. 3 or 4 മാക്സിമം ഒരു 3 ദോശ കണക്ക് കൂട്ടിക്കോ. 3 മസാല ദോശ ഒറ്റ ഇരിപ്പിൽ കഴിച്ചിട്ടുള്ള ഒരു ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അമ്മ വന്നിട്ട് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ സൈക്കിൾ ചവിട്ടാനാണോ പോയത് അല്ലോ ഭക്ഷണം കഴിക്കാനാണോ പോയത് കേട്ടോ. അതുപോലെ വണ്ണം വെച്ചിട്ടാണ് ഞാൻ ഓൾ കേരള റൈഡ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയത്. അതിനുശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ നടത്തിയിട്ടുള്ളത് ഒരു ഗോവൻ ട്രിപ്പായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗോവ, ഇവിടെ നിന്നും തൃശ്ശൂരിൽ നിന്നും നേരെ ഗോവയിലേക്ക് സൈക്കിളും കൊണ്ടുപോയി. നമ്മുടെ ഹരികൃഷ്ണൻ ബ്രോയായിരുന്നു നമ്മുടെ സുഹൃത്ത്, കമ്പാനിയൻ, മെയ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരുമിച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഗോവൻ ട്രിപ്പ് ഒരു എന്താ പറയുക, നമ്മുടെ ഹോൺ ബാക്ക് എന്ന് പറഞ്ഞ ബൈക്ക് അവരായിരുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോൺ ബാക്കിന്റെ ഒരു ഫോൾഡിങ് ബൈക്ക് ആയിരുന്നു. നമ്മുടെ ബൈക്ക് ഷോപ്പ്, നമ്മുടെ ജോഷ് ബൈക്സിൽ അത് സെയിൽ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇപ്പോഴും നല്ലൊരു അഭിപ്രായമുള്ളൊരു ബൈക്കാണ്. കാരണം ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫറും അല്ലെങ്കിൽ എപ്പോഴും യാത്രകൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിൽ നിന്ന് ഒരു ലൊക്കേഷനിലേക്ക് മാറി താമസിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ താമസിക്കാൻ ചെയ്യുന്നവർ, അല്ലെങ്കിൽ വീട് ഇവിടെയാണ്, എനിക്കൊരു 6 മാസം ചിലപ്പോൾ ബാംഗ്ലൂർ പോയി നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ ഫോൾഡ് ചെയ്യുന്ന ബൈക്ക് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഭയങ്കര ഒരു ഹിറ്റായിരുന്നു. അത് പേഴ്സണലി ഞാൻ റെക്കമെൻഡും ചെയ്യുന്ന ഒരു ബൈക്കാണ്. കറക്റ്റ് ഫുൾ സൈസ് ആയിട്ടുള്ള ഒരു ബൈക്ക് നിങ്ങൾക്ക് ആക്ച്വലി ഒരു ഫോൾഡ് ചെയ്തെടുത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതും ആയിട്ടായിരുന്നു നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും നമുക്ക് ചെറിയൊരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈക്കായിരുന്നു നമുക്ക് അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഓരോന്നിങ്ങനെ റീകോൾ ചെയ്തെടുത്ത് പറയണതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ട്രിപ്പായിരുന്നു K2K ട്രിപ്പ്. തൃശ്ശൂരിൽ നിന്ന് കാശ്മീർ വരെ സൈക്കിൾ ചവിട്ടി സോളോ ട്രിപ്പായിരുന്നു. എല്ലാവരും ചോദിക്കുന്ന ഒരു പരിപാടിയാണ്, എന്തുകൊണ്ട് സോളോ നീ ചെയ്തു എന്നുള്ളത്. എന്തുകൊണ്ട് സോളോ ചെയ്തു എന്നുള്ളത് കേട്ടോ. സോളോ ട്രിപ്പ് കാര്യങ്ങൾ കാരണം സോളോ ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടെ ഉറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് ഉറങ്ങാം. എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് അങ്ങോട്ട് പോകാം. കൂടെ ഒരു കമ്പാനിയൻ ഉണ്ടാവുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആളുടെ സൗകര്യം നോക്കണം. ഇതൊറ്റ സൗകര്യത്തിൽ അവനവൻ്റെ സൗകര്യത്തിൽ കാര്യങ്ങൾ ചെയ്യാം. അതാണ് സോളോ ട്രിപ്പിൻ്റെ മെയിൻ. ഇത് ഏറ്റവും മോശം വശം കേരള ടു കാശ്മീർ യാത്രയിൽ കിട്ടിയത് സോളോ ട്രിപ്പ് ചെയ്തതിൻ്റെ ഏറ്റവും മോശം എനിക്കൊരു പണി കിട്ടി. ഫുഡ് പോയ്സൺ, എന്തോ ഒരു പേരുള്ള സ്ഥലമാണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല.
അപ്പോൾ ആ ഒരു സ്ഥലത്തു നിന്ന് ഒരു പനീർ ടിക്ക മസാല എന്ന് പറഞ്ഞൊരു സാധനം കഴിച്ചതാണ്. അത് കഴിച്ചപ്പോൾ എനിക്ക് നല്ലൊരു പണി കിട്ടി. അത് ഫുഡ് പോയ്സണായി, ബ്ലഡ് വരെ പോയിട്ടുണ്ടായിരുന്നു. ലൂസ് മോഷനായിട്ട് പോകുമ്പോൾ ബ്ലഡ് വരെ പോയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞു. എങ്ങനെയൊക്കെയോ ആരുടെയൊക്കെയോ സഹായം കൊണ്ട് ഒരു കോളേജിൽ നമുക്ക് കിട്ടി. ഒരു ഗസ്റ്റ് ഹൗസിൽ, യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ അവിടെ താമസിക്കലായിരുന്നു പരിപാടി. അത് ഒരു വലിയൊരു ഡ്രോബാക്കാണ്. സോളോ ട്രിപ്പായിട്ട് പോകുമ്പോൾ നമുക്ക് ഒപ്പം കൂടെ ആരും ഇല്ലാത്ത നമ്മൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണം. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമുക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താ പറയുക, ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു വിൽ പവർ എനിക്ക് അവിടെ നിന്നാണ് ആക്ച്വലി കിട്ടിയത്. ആ ഒരു ട്രിപ്പിൽ നിന്നാണ് കുറേ ധൈര്യവും കുറേ കോൺഫിഡൻസ് ഒക്കെ കിട്ടിയത് കേട്ടോ. കാശ്മീർ ട്രിപ്പ് വലിയൊരു ഇതായിരുന്നു. അതും നമുക്ക് സ്പോൺസേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രാഡിയാക്ക് അല്ല, ഹോൺബാക്ക് അല്ല, ടോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രാൻസിൽ നിന്ന് 2015 ഫ്രാൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നു ടോഡ്. നമ്മുടെ ഒരു മല്ലു ഗായാണ് അതിൻ്റെ ഓണർ വരുന്നത്. അപ്പോൾ അവരായിരുന്നു ആ ഒരു എൻറ്റയർ ട്രിപ്പ് സ്പോൺസർ. വിത്ത് ബൈക്ക്, മോണിറ്ററി ബെനിഫിറ്റും ഉണ്ടായിരുന്നു ഓഫ് കോഴ്സ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് വരെ ഇതുവരെ നടന്നിട്ടുള്ള മെയിൻ യാത്രകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇനി എന്ത്, വാട്ട് നെക്സ്റ്റ്? അങ്ങനെ വലിയൊരു യാത്ര പോയതോടുകൂടിയാണ് വീട്ടുകാരെന്നെ പിടിച്ച് കല്യാണം കഴിപ്പിക്കാന്ന് പറയില്ല, ഉത്തരവാദിത്തം വരാനും അല്ലെങ്കിൽ ഒരു ഇരുത്തം വരാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ ജോഷ് ബൈക്സ് എന്ന് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഷോപ്പ്, ജോഷ് ബൈക്സ് കട വരുന്നത്. ആ ഒരു ഉത്തരവാദിത്തം എൻ്റെ തലയിൽ കെട്ടിവെച്ചത് അമ്മയാണ്. എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ എത്രയും പെട്ടെന്നല്ലായിരുന്നു ആ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. കുറച്ചും കൂടി ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് പിടിച്ച് കെട്ടിയില്ലെങ്കിൽ ഇവൻ വീണ്ടും യാത്രകൾ ചെയ്ത് പണിയാകും എന്നുള്ളത്. ഇപ്പോൾ കട ഒരു നോക്കണം, ഞാനിപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ കാശ്മീർ യാത്രയും കഴിഞ്ഞു. ഇനി എന്ത് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 2019 മുതൽ ഇവിടം വരെയുള്ള എൻ്റെ ഫേസ്, ബോഡി ഫുൾ ഒരു ട്രാൻസ്ഫോർമേഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പം എങ്ങനെ ഇരിക്കണു എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക മാറ്റമുണ്ട് എന്നുള്ളത്. അപ്പോൾ മാറ്റമുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായം താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ ഈ വട്ടം 2026 ഞാൻ പ്ലാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഏറ്റവും മെയിനായിട്ടുള്ളത് BRM എൻ്റെ മനസ്സിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നൊരു ഇതുണ്ട്. 200 കിലോമീറ്റർ, 300 കിലോമീറ്റർ, 400 കിലോമീറ്റർ, 500 കിലോമീറ്റർ, 600 കിലോമീറ്റർ, അങ്ങനെ ഒരു 4 റേസ് 5 റേസാണ്. റേസ് അല്ല, എൻഡ്യൂറൻസ് ആണ് വരുന്നത്. ഏറ്റവും ടൈമിങ്ങിൽ എൻഡ്യൂറൻസ്, ആ ഒരു നമ്മുടെ എൻഡ്യൂറൻസ് തന്നെ വിലയിരുത്തുക എന്നുള്ളൊരു സെറ്റപ്പിലാണ് ഇത് വരുന്നത്. അപ്പോൾ BRM എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു സൈക്ലിംഗ് ട്രെയിനിങ്, ഒരു ട്രെയിനറിനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഹയർ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. എന്നിട്ട് കുറച്ച് റേസുകൾ കുറച്ച് പങ്കെടുത്ത് പങ്കെടുക്കാനുള്ളൊരു ഇതുണ്ട്. ഇതൊക്കെ നമ്മൾ വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ ആ ഒരു റേസിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ആയിട്ട് റേസ് പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ റേസിൻ്റെ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ കുറച്ചും കൂടി കോമ്പറ്റീറ്റീവ് മൈൻഡിൽ റേസിനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കാൻ ഒരാഗ്രഹം ഈ ഒരു വർഷം. കാരണം പ്രായം കൂടുന്തോറും നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടി വരാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും സമയപരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വർഷത്തെ എൻ്റെ ഞാൻ പ്ലാൻ ചെയ്യുന്നതാണ്. മേലിരിക്കുന്ന ആളെന്താ പ്ലാൻ ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പ്ലാനുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 2026 നമ്മുടെ ചാനലിൽ കാണാൻ പോകുന്നത് കൂടുതലും റേസ് വീഡിയോസും റേസിൻ്റെ അനൗൺസ്മെൻറ്റും റേസിൻ്റെ പ്ലാനും റേസ് എങ്ങനെ ചെയ്യുന്നു അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും പ്ലസ് BRM ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ വർഷം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നോക്കുന്നുണ്ട് ബ്രാൻഡ് ഏതെങ്കിലുമൊക്കെ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി. വലിയ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളൊന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡുകൾ തന്നെ, എന്നാൽ അത്യാവശ്യത്തിന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകളും അത്യാവശ്യത്തിന് മൂവിങ് ആയിട്ടുള്ള ബൈക്ക് സെല്ല് ചെയ്യുന്ന ബ്രാൻഡുകളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1-2 ബ്രാൻഡുകളൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും അവരെ ഏത് ബൈക്കാണ് നമുക്ക് തരാം എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ തരുന്ന ഏതെങ്കിലും ഒരു ബൈക്ക്, എനിക്കിഷ്ടപ്പെട്ട ഒരു ബൈക്ക് എടുത്ത് നമ്മൾ റേസും കാര്യങ്ങളൊക്കെ പയ്യെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സുഹൃത്തുക്കളെ. പെടലായി പറയണം. അപ്പോൾ 1-2 ബ്രാൻഡുകളൊക്കെ ആയിട്ട് ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല ചിലവ് വരുന്നുണ്ട്. കയ്യിൽ നിന്ന് ചിലവ് ചെയ്യുക
പിന്നെ ആ ബ്രാൻഡ് പ്രൊമോഷൻ. അപ്പോൾ നമുക്ക് ആ ഒരു ബെനിഫിറ്റാണ് യൂട്യൂബ് ചാനലുള്ളത്. ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ ചിലവ് വഹിക്കണം. മെയിനായിട്ട് സൈക്കിള്, അവരുടെ ബ്രാൻഡിൻ്റെ ബൈക്ക് നമുക്ക് വേണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങാം. അത് നമുക്ക് ഭാവിയിലായാലും കച്ചവടം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പം ഉണ്ട്, ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ വർഷത്തെ 2026 പ്ലാനാണ് നമ്മുടെ ചാനലിൽ കാണാൻ പോകുന്നത്. കൂടുതലും റേസ് വീഡിയോസും അതുപോലെ തന്നെ BRM ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ 2026 അനൗൺസ്മെൻറ്റ്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. ചെറിയൊരു അനൗൺസ്മെൻറ്റ് വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് എൻ്റെ പ്ലാൻ. ഇതുവരെ നമ്മൾ ഈ സൈസ് ഇതുവരെ പിടിച്ചിട്ടില്ല ഗൈസ്. ലെറ്റ്സ് ട്രൈ. ഈ പ്രായത്തിൽ ഇങ്ങനത്തെ ഇതിലൊരിക്കലും ചെയ്യാൻ പറ്റുള്ളൂ. 50 വയസ്സായിട്ടൊന്ന് റേസ് ഓടിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല. അപ്പോൾ ആയ കാലത്ത്, പറ്റുന്ന സമയത്ത്, പറ്റണ കാലത്ത് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.